ഇന്ന് അന്തിമ ഫലപ്രഖ്യാപനത്തിന്റെ വേളയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന ഉദ്യോഗത്തിലാണ് രാഷ്ട്രീയ കേരളം. ഈ ആകാംക്ഷയുടെ നിമിഷത്തിൽ ന്യൂസ് മലയാളം പ്രീ പോൾ സർവേയുടെ അന്തിമ ഫലപ്രഖ്യാപനം നടത്തുകയാണ്. കേരളം ആര് ഭരിക്കും? സീറ്റ് നിലയിലെ വ്യത്യാസം എങ്ങനെയാകും? കേരളത്തിന്റെ വടക്കൻ മധ്യ തെക്കൻ മേഖലകളിലെ രാഷ്ട്രീയ ചിന്തകൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു? ഇതെല്ലാം വെളിവാക്കുന്ന നിർണായക സർവേ ഫലമാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. അങ്ങേയറ്റം ആധികാരികതയോടെയും ശാസ്ത്രീയതയോടെയും തയ്യാറാക്കിയതാണ് ന്യൂസ് മലയാളം സർവേ. സാമ്പിളിംഗും മെത്തഡോളജിയും പുലർത്തിയ അതീവ സൂക്ഷ്മതയാണ് ഈ സർവേയുടെ പ്രത്യേകത. കേരളം കാത്തിരിക്കുന്ന ഈ സർവേ ഫലങ്ങളിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൂന്ന് മുന്നണികളും എത്തി. വണ്ടിയിലാണ്, അതെ, വാഹനത്തിലേറി മൂന്ന് മുന്നണികളും എത്തിയിട്ടുണ്ട്. അതിവേഗത്തിലാണ്, അത്യധികം കരുത്തോടെയാണ് അവർ നീങ്ങുന്നത്, അല്ലേ? യെസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് മലയാളത്തിന്റെ അന്തിമ ഫലപ്രഖ്യാപന വേളയിൽ ഞാനും ഈ സനീഷും മാത്രമല്ല, നമുക്കൊപ്പം കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മുടെ ന്യൂസ് ഡയറക്ടറായ TM ഹർഷനും ഒപ്പം സെഫോളജിസ്റ്റായ സോമശേഖരനും അനിലും തിരുവനന്തപുരത്ത് നിന്നും ചേരും. അതെ, നമുക്ക് അതിലേക്ക് കടക്കാം, അല്ലേ? അതെ. മേശപ്പുറത്തിരുന്ന് എഴുതി കൂട്ടുന്നവ എന്ന വിമർശനം ടെലിവിഷൻ പ്രീപോൾ സർവേകളെക്കുറിച്ച് ഉയരുന്ന ഘട്ടത്തിൽ ന്യൂസ് മലയാളം സർവേയുടെ ആധികാരികതയെക്കുറിച്ച് ആദ്യം വിശദീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ പുറത്തുവിട്ട ഒന്നാം ഘട്ട സർവേ ഫലത്തിൻ്റെ കണക്കെടുപ്പ് നടന്നത് മാർച്ച് 4-ാം വാരമാണ്. ഇന്ന് പുറത്തുവിടുന്ന ഈ അന്തിമ സർവേ ഫലത്തിൻ്റെ കണക്കെടുപ്പ് എന്ന് വെച്ചാൽ ആളുകളെ കണ്ട് സംസാരിച്ചത് കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ 3 ദിവസങ്ങളിലാണ്. അതായത് 4 ദിവസങ്ങൾക്ക് മാത്രം മുമ്പ്. അതിനുശേഷമാണ് വയനാട് ഫണ്ട് വിവാദം അതിരൂക്ഷമായത് എന്ന കാര്യം ഈ ഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അങ്ങനെ വിവിധ വിഷയങ്ങൾ മാറി മറിയുമ്പോഴും കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഒപ്പിയെടുക്കും വിധമാണ് ഞങ്ങൾ ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ 14 ജില്ലകളിലെ ജനസംഖ്യാനുപാതം പാലിച്ചാണ് ന്യൂസ് മലയാളം സാമ്പിൾ ശേഖരിച്ചത്. അതിങ്ങനെയാണ്. സാമ്പിളുകളിൽ ലിംഗാനുപാതം എങ്ങനെ പാലിച്ചു എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. കാസർഗോഡ് 3.70% ആണ്. അത് കണ്ണൂരിൽ 7.10%, വയനാട്ടിൽ 1.50%, കോഴിക്കോട് 11.60%, മലപ്പുറം 11.10%, പാലക്കാട് 7.40%, തൃശ്ശൂർ 9.10%, എറണാകുളം 7.60%. ഇത് മൊത്തം ശതമാനമാണ് കേട്ടോ. അതായത് സാമ്പിൾ ശതമാനത്തിലാണ് നമ്മൾ കണ്ടത്. ഓരോ ജില്ലകളിലും എങ്ങനെയാണ് എന്നത്. ഇടുക്കിയിൽ 3.80%, കോട്ടയം 3.70%, ആലപ്പുഴ 6.80%, പത്തനംതിട്ട 3%, കൊല്ലം 10.70%, തിരുവനന്തപുരം 12.9%. ഞാൻ നേരത്തെ വായിച്ചത് ലിംഗാനുപാതം പാലിച്ചു എന്നാണ്. അതല്ല, ഇത് മൊത്തത്തിൽ 100% ഓരോ ജില്ലകളിലും ഇത്രമാത്രം ആളുകളെ കണ്ട് ഓരോ ശതമാനം, ആ ജില്ലകളുടെ ശതമാനമാണ് നമ്മൾ ഈ കണ്ടത്. ലിംഗാനുപാതം നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട്. അതിങ്ങനെയാണ്. ലിംഗാനുപാതമാണിത്. അതായത് ആകെ 100% ആളുകൾ, അതിനകത്ത് പുരുഷന്മാർ 48.94% പേരാണ് ഈ സർവേയിൽ പങ്കെടുത്തത്. നമ്മൾ ചോദിച്ച ആളുകളിൽ 48.94% പേര് പുരുഷന്മാരാണ്. സ്ത്രീകൾ 51.01% പേരാണ്. ട്രാൻസ്ജെൻഡേഴ്സ് 0.05%. നമ്മുടെ ജനസംഖ്യയുടെ അനുപാതം എത്രയാണോ അതേ അനുപാതം നമ്മൾ ഈ സാമ്പിളിങ്ങിലും പാലിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ലിംഗാനുപാതം. എനിക്ക് തോന്നുന്നു ഇനി ഈ ഏജ് പ്രായപരിധിക്കനുസരിച്ച് ശതമാന കണക്കിൽ നമുക്ക് നോക്കാം. സാമ്പിൾ പ്രായപരിധി അനുസരിച്ച്, അതായത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അതായത് 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ആളുകളിൽ 11.70% പേരാണ് ഇതിനകത്തുണ്ടായിരുന്നത്. 26 മുതൽ 35 വരെയുള്ളത് 25.40%, 36 മുതൽ 45 വയസ്സ് വരെയുള്ളത് 25.20%, 46 മുതൽ 60 വയസ്സ് വരെയുള്ളത് 26.50%, 60 വയസ്സിന് മുകളിലുള്ളത് 11.20%. ഇതുകൂടെ പറയാം. അതായത് ഇതും നമ്മുടെ ജനസംഖ്യ നോക്കുമ്പോൾ 46-നും 60-നും ഇടയ്ക്കുള്ളതാണ് കൂടുതൽ. അതെ, ഇതും നമ്മുടെ ജനസംഖ്യയുടെ അനുപാതം എങ്ങനെയാണോ അതേ അനുപാതത്തിലാണ് നമ്മൾ സാമ്പിളിംഗ് എടുത്തിരിക്കുന്നത് എന്നാണ് പ്രായപരിധിയുടെ കാര്യം നമ്മൾ കാണേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് പ്രീപോൾ സർവേയിലെ സാമ്പിളുകൾ മത അനുപാതം എങ്ങനെ പാലിച്ചു എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ സർവേയിൽ പരിശോധിച്ചപ്പോൾ കൂടുതൽ ആളുകളും വിമർശിച്ചൊരു കാര്യം. നിങ്ങൾ മതം വെച്ചിട്ടാണല്ലോ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അത് നമ്മൾ അന്ന് തന്നെ വിശദമാക്കിയിരുന്നു. അതായത് നമ്മുടെ സമൂഹത്തിൽ മതപരമായിട്ടും ആളുകൾ വിഭജിച്ചാണ് ജീവിക്കുന്നത്. മതപരമായിട്ട് വിഭജിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തില്ല. മതപരമായിട്ടാണ്, മതവിശ്വാസികളായിട്ടാണ് ജീവിക്കുന്നത്. മതം പറയുന്നു എന്തുകൊണ്ടത് വർഗീയതയല്ല. തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണക്ക് നോക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. മുസ്ലിം
ആയിട്ടുള്ള ആളുകൾ 26.60% പേര്, ക്രിസ്ത്യൻ 17.20% പേര്, ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ 56% പേര്, നാസ്തികർ എന്ന് വെച്ചാൽ വിശ്വാസം ഒരു മതത്തിൻ്റെ അകത്തല്ല ഞങ്ങൾ എന്ന് കാണുന്ന സ്വയം പറയുന്ന ആളുകൾ 0.20% പേര്. അപ്പോൾ ഇതും 26, 17, 56. നമുക്കറിയാം ഇത് നമ്മുടെ ജനസംഖ്യയുടെ, കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ ഈ മത ആനുപാതികമാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ പറയുന്ന പോലെ പല ജില്ലകളിലെയും പല മണ്ഡലങ്ങളിലും ഈ മതം ബാധിക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലടക്കം. അതെ, കറക്റ്റ്. നമുക്ക് ഈ പ്രീ പോൾ സർവേയിലെ സാമ്പിളുകൾ സാമുദായിക അനുപാതത്തിൽ, അതായത് നമുക്ക് അതുകൂടെ വിശദമായിട്ട് പരിശോധിക്കാം. SC, OBC, അങ്ങനെ മുസ്ലിം OBC ഒരേ ഘടകത്തിലായിട്ടാണ് വരുന്നത്. 26.60%, ക്രിസ്ത്യൻ ജനറൽ 13.40%, ക്രിസ്ത്യൻ OBC 3.60%, SC 9.50%, ST 2%. ഇതും ഒരിക്കൽ കൂടെ പറയട്ടെ, ഇതും നമ്മുടെ ജനസംഖ്യയിലെ മൊത്തം അനുപാതത്തിന് കണക്കായിട്ടുള്ളതാണ്. ഇതിങ്ങനെയാണ്. ഹിന്ദു ജനറൽ 19.60%, ഹിന്ദു OBC 24.70%, ഭാഷാ ന്യൂനപക്ഷം 0.40%, നാസ്തികർ ഇതിനകത്തല്ല ഞങ്ങളുള്ളത് എന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ 0.20% പേര്. ഇങ്ങനെയാണ് സാമ്പിളിലെ സാമുദായിക അനുപാതം നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഇതും നമ്മുടെ ഈ പറയുന്ന സർവേയിൽ പൊതുജനസംഖ്യയുടെ ആകെ ഒരു കാര്യമാണത്. എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് നമുക്ക് വിദഗ്ധരോടൊന്ന് സംസാരിച്ചു തരാം. സെഫോളജിസ്റ്റായിട്ടുള്ള ശ്രീ സോമശേഖരൻ നമ്മോടൊപ്പം ചേരും. ശ്രീ സോമശേഖരൻ, കഴിഞ്ഞ തവണ തന്നെയും ഞങ്ങൾ നടത്തിയ സർവേയുടെ ഈ ജനസംഖ്യാനുപാതം, അതിലെ മത അനുപാതം, പ്രായത്തിൻ്റെ അനുപാതം, അതുപോലെ തന്നെ ഈ സാമുദായികമായിട്ടുള്ള അനുപാതം, ഇത് കൃത്യമാണ്. ഞങ്ങളത് അങ്ങനെ പരിശോധിച്ച് തന്നെയാണ് ആ ഒരു സാമ്പിളിംഗ് തയ്യാറാക്കിയത് എന്ന് വിശദീകരിച്ചിരുന്നു. അത് ഒരു ശാസ്ത്രീയമായിട്ടുള്ളതായിട്ട് തന്നെയല്ലേ താങ്കളും പറയുക, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മളൊരു സാമ്പിളിംഗ് നടത്തുമ്പോൾ അത് പോപ്പുലേഷൻ്റെ പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്നതായിരിക്കണം സാമ്പിൾ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ഘടകങ്ങളാണ് ഈ പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ അനുപാതം, അതുപോലെ പ്രായത്തിലുള്ള അനുപാതം, അതേപോലെ തന്നെ മതപരമായിട്ടും വർഗപരമായിട്ടുമുള്ള അനുപാതങ്ങൾ. കാരണം എനിക്ക് തോന്നുന്നു ന്യൂസ് മലയാളം ചെയ്ത സർവേ എന്ന് പറയുന്നത് വീടുകളിൽ പോയി കൃത്യമായ റാൻഡം മെത്തേഡിൽ കൂടെ ചെയ്ത സർവേ ആണെന്നാണ്. അപ്പോൾ അങ്ങനെ വീടുകളിൽ പോയി ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു പ്രൊപ്പോർഷൻ പാലിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതൊരു സാമ്പിളിൻ്റെയും അടിസ്ഥാനപരമായ ഘടകമെന്ന് പറയുന്നത് അത് യഥാർത്ഥ പോപ്പുലേഷന് ഈ പറഞ്ഞ ഘടകങ്ങൾ എല്ലാം ഏകദേശമെങ്കിലും ശരിയായി വരിക എന്നുള്ളതാണ്. അത് വലിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സർവേ അശാസ്ത്രീയമായിരിക്കും. ശേഖരൻ, ഇതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ പ്രീപോൾ സർവേ ഫലങ്ങൾ കൊടുത്തപ്പോൾ 2 മണിക്കൂറായിട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട, യൂട്യൂബിന് താഴെ വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം നിങ്ങൾ ഓവറായിട്ട് മതം പറയുന്നു എന്നതായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത്, രാഷ്ട്രീയമായിട്ടല്ലേ, എന്തിന് നിങ്ങളത് പറയുന്നു എന്ന ചോദ്യം കുറേ ഭാഗത്ത് നിന്ന് വന്നു. കൂടുതലും ഒരു ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നായിരിക്കണം അത് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് മത ശതമാന കണക്കിങ്ങനെയാണ്. ആ ശതമാനത്തിന് ആനുപാതികമായിട്ട് മതവും സാമുദായികതയും പ്രായവും തിരിച്ചു നോക്കേണ്ടതിൻ്റെ ഒരു ശാസ്ത്രീയ ആവശ്യകത എങ്ങനെയാണ് വിശദീകരിച്ചു കൊടുക്കുക? ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ മതപരമായിട്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ട്. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബിഹേവിയറുമായിട്ട് ബന്ധമുണ്ട്. അതായത് ഇപ്പോൾ എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളും അല്ലെങ്കിൽ ന്യൂനപക്ഷ മതങ്ങളും അതുപോലെ ഭൂരിപക്ഷ മതവും ഒരേ പൊളിറ്റിക്കൽ ബിഹേവിയർ അല്ല കാണിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ന്യൂനപക്ഷങ്ങൾ പൊതുവെ UDFന് അല്പം ഫേവറബിളായിട്ടാണ് എല്ലാ കാലത്തും ഒരു വോട്ടിംഗ് ബിഹേവിയർ കാണുന്നത്. അതേപോലെ തന്നെ ഭൂരിപക്ഷ വിഭാഗം ഹിന്ദു വിഭാഗം ആണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മുൻകാലങ്ങളിൽ കണ്ടിരിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ട് മതം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു ഘടകമാണ്. അത് മതം പറയുക എന്നുള്ളതല്ല, അതിൻ്റെ ഏതെങ്കിലും നെഗറ്റീവ് അർത്ഥത്തിലല്ല ഈ പറയുക. മതപരമായിട്ട് അല്ലെങ്കിൽ ജാതിപരമായിട്ട് എല്ലാം പൊളിറ്റിക്കൽ ബിഹേവിയറിൽ മാറ്റം വരുന്നു. അപ്പോൾ ഇതൊരു ഇലക്ഷൻ സർവേ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ ഘടകങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അത് പാലിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സർവേ തെറ്റായിരിക്കും. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മതവും അല്ലെങ്കിൽ വർഗവും ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ പ്രായത്തിൻ്റെ രീതി എടുത്തു കഴിഞ്ഞാൽ
ഈ 18-25 എന്ന് പറയുന്നതിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പുതിയ വോട്ടർമാരാണ്. അപ്പോൾ ആ പുതിയ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ ആ യഥാർത്ഥ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രാതിനിധ്യം ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് 60 വയസ്സിന് മുകളിലുള്ളവർ. അതേപോലെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ, അതായത് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലാണ്. അപ്പോൾ ഈ സൈബർ ഇടങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആൾക്കാർ ഏതാണ്ട് 30 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ബാക്കി 25 വയസ്സിന് അല്ലെങ്കിൽ 30 വയസ്സിന് താഴെയുള്ളവരും 60 വയസ്സിന് മുകളിലുള്ളവരുടെയും അഭിപ്രായം എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രായവ്യത്യാസം അനുസരിച്ച് ആനുപാതികമായ സാമ്പിൾ ഉണ്ടാകണം. അവരുടെ അഭിപ്രായങ്ങളെ ഗവനിക്കുകയും ചെയ്യണം. ശരി ശ്രീ സോമശേഖരൻ, ഞാൻ താങ്കളിലേക്ക് ഇനി വരാം. ഏതായാലും നമ്മളൊന്ന് കാര്യമായിട്ട് കാര്യങ്ങൾ ഈ ആദ്യ ഫലസൂചനകളൊന്ന് പരിശോധിച്ച ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ഒപ്പം ഹർഷനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ഒപ്പം അനിലും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവർ രണ്ടുപേരിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ആളുകൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ചെയ്തത്. അതായത് ഇപ്പം സനീഷ്, നമ്മളിപ്പം ചെയ്തതെന്ന് പറയുന്നത് അനുപാതം, എന്തൊക്കെ ഘടകങ്ങൾ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രായം നമ്മൾ നോക്കി, മതം നോക്കി, അതേപോലെ തന്നെ മറ്റ് സമുദായ സമവാക്യങ്ങൾ നോക്കി, എത്ര പേർ എങ്ങനെ ഏത് രീതിയിലൊക്കെ സംസാരിച്ചു എന്നുള്ളത് നമ്മൾ ഈ സർവേയിൽ ആരുടെയൊക്കെ സാമ്പിൾ എടുത്തു, ആ സാമ്പിൾ എടുത്തത് ഏതൊക്കെ ഘടകങ്ങൾ വെച്ചാണ്, ആ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വിശദമായിട്ട് സനീഷ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും ശ്രീ സോമശേഖരൻ പറഞ്ഞതും. അതെ, അദ്ദേഹം ശ്രീ സോമശേഖരൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തു. അതായത് നമ്മുടെ സമൂഹത്തിനകത്തുള്ള ജനസംഖ്യ, അതിനകത്ത് ഓരോ മതവിഭാഗങ്ങളും എത്രമാത്രമുണ്ട്, എത്ര ശതമാനമുണ്ട്, അതിനകത്ത് ഓരോ പ്രായപരിധിയിലുമുള്ള ആളുകൾ എത്ര ശതമാനമുണ്ട്, ഓരോ ജില്ലകളിലും ജനസംഖ്യയുടെ എത്ര ശതമാനം പേര് വസിക്കുന്നുണ്ട്, ഇതെല്ലാം വെച്ചിട്ട് ഈ നമ്മുടെ സാമ്പിള്, ആ സാമ്പിളിലും അതേ ശതമാന കണക്ക് സൂക്ഷിച്ചാൽ മാത്രമേ ഈ സർവേസ് കൃത്യമാവുകയും ശാസ്ത്രീയമാവുകയും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നമുക്ക് ഈ സർവേയിലെ മറ്റൊരു നിർണായക കണക്കിലേക്ക് കൂടി കടന്നാലോ? ശരി, അപ്പൊ ആ നിർണായക കണക്കിൽ നമുക്ക് XR വോളിന്റെ സഹായത്തോടു കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ആദ്യം പരിശോധിക്കുന്നത് ഈ വോട്ടിങ്ങിനെ നിർണയിക്കുന്ന ഘടകങ്ങളിലേക്കാണ്. അതായത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയ തീരുമാനത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകത്തിൽ ആദ്യം സ്ഥാനാർത്ഥിയുടെ പ്രകടനമാണ്. അത് 37.7%. അതായത് മുൻ സിറ്റിംഗ് MLA മാരാണെങ്കിൽ അവർ ആ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ, അവരുടെ പ്രകടനങ്ങൾ, അത് എത്ര കണ്ട് ബാധിക്കും എന്നുള്ളതിന്റെ ശതമാന കണക്കാണ്. 37.7% പേർ 37.7% പേർ പറയുന്നു സ്ഥാനാർത്ഥിയുടെ പ്രകടനം അവർ ചെയ്യുന്ന വോട്ടിനെ ബാധിക്കുമെന്ന്. ഇനി അടുത്തത് രാഷ്ട്രീയ നിലപാടാണ് സനീഷ്. രാഷ്ട്രീയ നിലപാട് നോക്കിയാൽ അത് 22.3%. അതായത് MLA-യുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തെക്കാൾ വലുതല്ല രാഷ്ട്രീയ നിലപാട്. ഏറ്റവും പ്രധാനം സ്ഥാനാർത്ഥിയുടെ പ്രകടനം തന്നെയാണെന്നുള്ളതാണ്. അടുത്തത് സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ വിലയിരുത്തി എത്ര പേർ വോട്ട് ചെയ്യാൻ പോകുമെന്ന് ചോദിച്ചാൽ അത് 29.3% പേരാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ ആ ഭരണത്തെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ പോകുന്നത്. മറ്റുള്ളത് പ്രാദേശിക പ്രശ്നങ്ങൾ. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, പല പല പ്രശ്നങ്ങൾ ഇപ്പോൾ അടിസ്ഥാന വിഷയങ്ങൾ തൊട്ട്, അതായത് കുടിവെള്ള പ്രശ്നം മുതൽ വലിയ പ്രശ്നങ്ങൾ വരെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് 10.7%. ഇപ്പൊ എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ഇതൊരു പക്ഷേ ഒരു വലിയ സംഖ്യയായി വന്നേനെ ഈ പ്രാദേശിക പ്രശ്നങ്ങൾ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, അത് ഈ രീതിയിലാണ് സനീഷ്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഇത് സ്ഥാനാർത്ഥിയുടെ പ്രകടനം എന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് തങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമായിട്ട് പറയുന്നതിന് കാരണം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അവരവരുടെ സ്ഥാനാർത്ഥിയുടെ മെച്ചങ്ങൾ പറഞ്ഞാണ് അവരിലേക്ക് പോവുക എന്നുള്ളതാണ് അത് ഏറ്റവും കൂടിയിരിക്കുന്നതിന് കാരണം. ഇത് സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തിൽ ഒട്ടും നിസ്സാരമല്ലാത്ത ആളുകൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയുന്നത്. അതിനർത്ഥം ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ പ്രചരണ പരിപാടികൾ, അതിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെയും NDA-യുടെയും ചില നിലപാടുകൾ, ഇതെല്ലാം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അത് പരിശോധിച്ചായിരിക്കും ഞങ്ങൾ വോട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് നമ്മൾ പൊതുവിൽ രാഷ്ട്രീയ കേരളം ആകെ, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾ ആകെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഒരു ഡാറ്റയായിട്ട് വന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. പ്രാദേശിക പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിന്റെ ആളുകൾ പരിഗണിക്കുകയും. അതെ, അപ്പൊ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി കണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഈ കണക്കുകളെ എല്ലാം എല്ലാ മേഖലാ തലത്തിൽ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് മേഖലകളെ തിരിച്ചെടുക്കുന്നത് നോക്കാം. വടക്കൻ, മധ്യ, തെക്കൻ മേഖലകളിൽ ഏതൊക്കെ ജില്ലകളുണ്ട്, എത്ര മണ്ഡലങ്ങളുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വടക്കൻ മേഖലയിൽ 60 മണ്ഡലങ്ങളാണുള്ളത്. കാസർഗോഡ് 5, കണ്ണൂര്
11, വയനാട് 3, കോഴിക്കോട് 13, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ളത് 16, പാലക്കാട് 12. ഇതാണ് വടക്കൻ മേഖല. ഇനി മധ്യമേഖലയിലേക്ക് നമ്മൾ കടക്കുന്നു. വടക്ക് കഴിഞ്ഞ് മധ്യമേഖലയിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ നിന്നും തുടങ്ങുകയാണ് മധ്യ കേരളം. 13 നിയമസഭാ മണ്ഡലങ്ങൾ തൃശ്ശൂരുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോൾ അത് 14, ഇടുക്കിയിൽ 5, കോട്ടയത്ത് 9. അങ്ങനെ മധ്യമേഖലയിൽ നിന്ന് അടുത്തത് തെക്കൻ മേഖലയിലേക്ക് പോകുന്നു. തെക്കൻ കേരളത്തിൽ ആകെ 39 മണ്ഡലങ്ങളാണ്. അതിൽ 5 എണ്ണം പത്തനംതിട്ടയിൽ, ആലപ്പുഴയിൽ 9, കൊല്ലത്ത് 11, തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ. തലസ്ഥാന നഗരിയിലാണ് 14 മണ്ഡലങ്ങൾ ഉള്ളത്. നിയമസഭാ മണ്ഡലങ്ങൾ 14 എണ്ണം തെക്കൻ കേരളത്തിലാണ്. ഈ മേഖല തിരിച്ചാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ചില കണക്കുകൾ വരിക, സീറ്റ് കണക്കുകൾ അടക്കം. അതെ, വടക്കൻ മേഖലയിൽ നമ്മൾ വിശദമായി തന്നെ പരിശോധിച്ചതാണ്. ഇനി വോട്ടിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. അതായത് കേരളത്തിലെ ഓരോ മേഖലയിലും വ്യത്യസ്തമാണ് വോട്ടിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. അതുകൊണ്ടാണ് ഈ 3 മേഖലകളിലും വ്യത്യസ്തങ്ങളായ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ ഓരോ മേഖലയിലും വിവിധ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ എക്സാർ വോളറ്റ് സഹായത്തോടു കൂടി വിശദമായി പരിശോധിച്ചു. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വടക്കൻ കേരളത്തിൽ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകത്തിൽ ആദ്യം സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തിൽ നിന്ന് തുടങ്ങാം. വടക്കൻ കേരളത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രകടനം വോട്ടിങ്ങിനെ എങ്ങനെ സ്വാധീനിക്കുന്നു വെച്ചാൽ അത് 39% പേർ സ്ഥാനാർത്ഥിയുടെ പ്രകടനം നോക്കി വടക്കൻ കേരളത്തിൽ നിന്ന് പോയി വോട്ട് ചെയ്യുന്നു. അവിടുത്തെ രാഷ്ട്രീയ നിലപാട് 18.8%. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ വിലയിരുത്തി വടക്കൻ കേരളത്തിൽ നിന്നും എത്ര പേർ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് 31.1% പേർ വടക്കൻ കേരളത്തിൽ നിന്ന് സർക്കാരിനെ വിലയിരുത്തി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. പ്രാദേശിക പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെയും കണ്ടു. പ്രാദേശിക പ്രശ്നങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യമില്ല. വടക്കൻ കേരളത്തിലും ഇല്ല. 11.1% മാത്രമേ ഉള്ളൂ. ഇനി ആകെ 100%, എല്ലാം 100%ത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. 100%ത്തിൽ 39% പേരും സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് വടക്കൻ കേരളത്തിൽ. സനീഷ്, ഇനി മധ്യ കേരളത്തിലേക്കാണ്. മധ്യ കേരളത്തിലേക്ക് 34.8% സ്ഥാനാർത്ഥിയുടെ പ്രകടനം നോക്കി ചെയ്യും. രാഷ്ട്രീയ നിലപാട് നോക്കുന്നത് 30.3%. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം 25.9% പേരും, പ്രാദേശിക പ്രശ്നങ്ങൾ 9% പേരും പരിശോധിക്കും. ശരി, അപ്പം ഇവിടെയും മധ്യ കേരളം നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തെ ബേസ് ആയി എടുത്തുകൊണ്ടാണ്. അവരുടെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, കേരളത്തിൽ പൊതുവിൽ തന്നെ കണ്ടത് അതാണ്. ഇനി തെക്കൻ കേരളത്തിലേക്ക് ഈ സംസ്ഥാനത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ആകാംക്ഷയുള്ള തെക്കൻ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ 38.7% പേരും, 100 പേരിൽ 38.7 എന്ന് പറഞ്ഞാൽ നമുക്കൊരു 39 ആക്കാം. 39 പേരും പോയി വോട്ട് ചെയ്യുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ സിറ്റിംഗ് MLA പ്രകടനം എങ്ങനെയായിരുന്നോ അതിനെ കണക്കാക്കി, അതല്ലെങ്കിൽ അവിടെ വന്ന സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിയുടെ നിലവിലെ മണ്ഡലത്തിലെ പ്രകടനം എങ്ങനെയാണ് അതിനെ വിലയിരുത്തിയാണ് പോയി വോട്ട് ചെയ്യുന്നത്. 19.9% പേർ തെക്കൻ കേരളത്തിൽ നിന്നും രാഷ്ട്രീയ നിലപാടിനെ മാത്രം അടിസ്ഥാനമാക്കി പോയി വോട്ട് ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ വിലയിരുത്തി തെക്കൻ കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്യുന്നത് 29.8% പേരാണ്. പ്രാദേശിക പ്രശ്നങ്ങൾ വടക്കൻ കേരളത്തിലേതുപോലെ തന്നെ തെക്കിലേക്ക് വരുമ്പോഴും 11.6%. ഇതാണ് നമ്മൾ ഈ മേഖലകൾ തിരിച്ച്, വടക്ക് മധ്യ തെക്ക് മേഖലകളെ തിരിച്ച് വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. സനീഷ്, ഇതിനകത്ത് പ്രകടമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഈ രാഷ്ട്രീയ നിലപാട് പ്രധാനപ്പെട്ട വിഷയമായിരിക്കും ഇന്ന് പറയുന്ന വോട്ടർമാർ കൂടുതലുള്ളത് മധ്യ കേരളത്തിലാണ്. അതിന് നമ്മൾക്ക് കാണാവുന്നൊരു കാര്യം, ഈ മധ്യ കേരളമാണ് പ്രതിപക്ഷ മുന്നണിയുടെ കൂടുതൽ ശക്തിയുള്ള, അവർ കൂടുതൽ സീറ്റ് ഇത്തവണ കിട്ടുമെന്ന്, അതെ, അവർക്ക് കൂടുതൽ ശക്തി ഉണ്ടെന്ന് അവർ പറയുകയും കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ അവരുടെ ശക്തി കേന്ദ്രങ്ങളായിട്ട് കണക്കാക്കുകയും ചെയ്യുന്ന സ്ഥലം ഈ മധ്യ കേരളമാണ്. നമ്മൾ നേരത്തെ കാണിച്ച അത്രയും ജില്ലകളാണ്. അവിടെ 30.3% പേര് രാഷ്ട്രീയ നിലപാടായിരിക്കും പ്രധാനമെന്ന് പറയുന്നതിനർത്ഥം അവർക്ക് അനുകൂലമായിട്ടാണ് അവിടെ ആ ഒരു നിലപാട് വന്നിരിക്കുന്നത് എന്നാണ്. മറ്റ് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇതിൽ അത്ഭുതമില്ല. കാരണം ഇത് നമ്മൾ നേരത്തെ പരിശോധിച്ച പോലെ തന്നെയാണ്. സ്ഥാനാർത്ഥിയുടെ പ്രകടനം എന്നത്, അവരവരുടെ സ്ഥാനാർത്ഥികളുടെ പ്രകടനം എന്നത് ആളുകളെല്ലാം പറഞ്ഞു. രാഷ്ട്രീയ നിലപാടല്ല പ്രധാനമായിരിക്കുന്നതെന്ന്, രാഷ്ട്രീയ നിലപാടല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും നമ്പർ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ മധ്യ കേരളത്തെ അപേക്ഷിച്ച് കുറവാണ്. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ അത് കുറഞ്ഞിരിക്കുന്നത്, അവിടെയും ഇവിടെയേക്കാൾ ഈ മധ്യ കേരളം കുറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ മേന്മയെക്കുറിച്ച് ഉള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് രാഷ്ട്രീയ നിലപാടിനെ പരിഗണിക്കണം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇതെല്ലാം നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പല സംഗതികൾ അതിനകത്തുണ്ട്. എന്തായാലും ഈ ഒരു കണക്ക് മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു കണക്കാണ്. തീർച്ചയായും വളരെ നിർണായകമായ ഒരു കണക്ക് കൂടിയാണ്. 3 മേഖലകളെയും തിരിച്ചുള്ള ഒരു കണക്കാണിത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സമീപകാലത്ത് നടന്ന ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ മാറ്റിമറിച്ചത്. കേരളത്തിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ, അങ്ങനെ ഒരു പ്രവണതയുണ്ടോ? വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ലിംഗാനുപാതത്തിൽ എങ്ങനെ നിർണായകമാകുന്നു എന്നാണ് ഇനി നമ്മൾ എക്സാർ വോളിൽ പരിശോധിക്കാൻ നോക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ പ്രകടനം നമ്മൾ നേരത്തെ കണ്ട അതേ വോള് തന്നെയാണ്. പക്ഷേ ഇതിൽ പുരുഷൻ, സ്ത്രീ,
ട്രാൻസ്ജെൻഡർ ലിംഗ അനുപാതത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൽ സ്ഥാനാർത്ഥിയുടെ പ്രകടനം, സ്ത്രീകൾ സ്ഥാനാർത്ഥിയുടെ പ്രകടനം നോക്കി എത്ര പേർ, 100-ൽ എത്ര സ്ത്രീകൾ പോയി സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് 37.1%. അതേപോലെ രാഷ്ട്രീയ നിലപാട്, സ്ത്രീകളുടെ രാഷ്ട്രീയ നിലപാട് 22.6%. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി എത്ര സ്ത്രീകൾ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ 100-ൽ 30 സ്ത്രീകളും സർക്കാരിന്റെ പ്രകടനത്തെ മാത്രം അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യുമെന്നാണ് ഈ കണക്കിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാദേശിക പ്രശ്നങ്ങൾ 10.1% മാത്രമേ എഫക്ട് ചെയ്യുന്നുള്ളൂ. ഇനി സ്ത്രീ കഴിഞ്ഞ് പുരുഷനിലേക്ക് വരുമ്പോൾ ലിംഗാടിസ്ഥാനത്തിൽ പുരുഷൻ സ്ഥാനാർത്ഥിയുടെ പ്രകടനം നോക്കി വോട്ട് ചെയ്യുന്നത് 38.2% പേരാണ്. പുരുഷന്മാർ രാഷ്ട്രീയ നിലപാട് നോക്കി എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം 22.1% പുരുഷന്മാരും രാഷ്ട്രീയ നിലപാടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. ഇനി സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി എത്ര പുരുഷന്മാർ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം 28.5% പുരുഷന്മാരും സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ ബേസ് ചെയ്ത് വോട്ട് ചെയ്യുന്നവരാണ്. ഇനി പ്രാദേശിക പ്രശ്നങ്ങൾ 11.1%. നമുക്കറിയാം നമ്മുടെ ഇവിടെ മറ്റ് ഒരു ലിംഗവിഭാഗം കൂടിയുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അവരുടെ അഭിപ്രായവും നമ്മൾ പരിഗണിക്കണം. സ്ഥാനാർത്ഥിയുടെ പ്രകടനം അനുസരിച്ച് 27.8% ട്രാൻസ്ജെൻഡർമാരാണ് വോട്ട് ചെയ്യുന്നത്. 27.8% ട്രാൻസ്ജെൻഡർമാരാണ് രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നത്. 44.4% പേരും സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം നോക്കി വോട്ട് ചെയ്യുമെന്ന് ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരിക്കുന്നു. പ്രാദേശിക പ്രശ്നങ്ങൾ ട്രാൻസ്ജെൻഡർമാർ അങ്ങനെ അവരെ ബാധിക്കുന്നില്ല. അങ്ങനെ ഇതാണ് ഈ സനിഷാകെ മൊത്തം. ഇതിനകത്ത് വലിയ അത്ഭുതങ്ങളില്ല. കാരണം നമ്മളിപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളുടെയും കാര്യം നോക്കുന്ന പോലെ എന്ന പോലെ ഒരു വ്യത്യസ്തത ഈ പറയുന്ന ലിംഗവിഭാഗങ്ങൾക്കിടയിലില്ല. നമ്മുടേത് കുറെ കൂടെ രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധമായിട്ടുള്ള ആൺ പെൺ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഒരേപോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാടായതുകൊണ്ട് ഈ പറയുന്നതിൽ വലിയ വ്യത്യാസം. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ സ്ത്രീകൾക്ക് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നത് 10,000 രൂപയൊന്നും കൊടുക്കാൻ അതില്ല, അങ്ങനത്തെ ബാധിക്കില്ല. അതുകൊണ്ട് എല്ലാം നമ്മൾ നേരത്തെ കണ്ട ഒരു പൊതു ട്രെൻഡ് അതിനകത്തുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പരിശോധിക്കുന്നത് നമ്മുടെ ഈ വോട്ടിങ്ങിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അത് വിവിധ പ്രായപരിധിയിലുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. പ്രായപരിധി അനുസരിച്ച് നോക്കൂ, 18 മുതൽ 25 വരെ പ്രായമുള്ള ആളുകൾ, അതായത് വോട്ടവകാശം തുടങ്ങുന്ന ഒരാൾ മുതൽ 25 വയസ്സ് വരെയുള്ള ഒരാളിനെ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം 41.4% സ്ഥാനാർത്ഥിയുടെ പ്രകടനം ബാധിക്കും. സ്ഥാനാർത്ഥിയുടെ പ്രകടനം നോക്കി ആണ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഒരാൾ, അതായത് വോട്ടവകാശം തുടങ്ങുന്ന ഒരാൾ മുതൽ 25 വയസ്സ് വരെ വോട്ട് ചെയ്യുന്നത്. ഇനി അവരുടെ രാഷ്ട്രീയ നിലപാട് 18.4%, 29.9% സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഇവർ വോട്ട് ചെയ്യുന്നത്. ഒപ്പം പ്രാദേശിക പ്രശ്നങ്ങൾ 10.3% പേരെ ബാധിക്കുന്നുള്ളൂ. ഇനി 18 മുതൽ 25 വയസ്സ് പ്രായപരിധി കഴിഞ്ഞാൽ ഇനി നമ്മൾ 26 വയസ്സ് മുതൽ 35 വയസ്സ് വരെ യങ്സ്റ്റേഴ്സിന്റെ മനസ്സ് എങ്ങനെയാണ്, അവർ ആർക്ക് വോട്ട് ചെയ്യും, അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥിയുടെ പ്രകടനം അടിസ്ഥാനമാക്കി 41.6% പേർ വോട്ട് ചെയ്യും. രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ 23.4% പേർ വോട്ട് ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം നോക്കി 25.7% പേർ വോട്ട് ചെയ്യും. അതേപോലെ പ്രാദേശിക പ്രശ്നങ്ങൾ 9.2% വരുന്നുള്ളൂ. ഇനി 35 നിന്ന് 36 മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യാൻ പോകും, എന്തായിരിക്കും അവരുടെ പ്രൈം പ്രയോറിറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും കൂടുതൽ അവർ പ്രയോറിറ്റി ഉള്ളത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പ്രകടനം തന്നെയാണ്. 39% പേരും സ്ഥാനാർത്ഥിയുടെ പ്രകടനം അടിസ്ഥാനമാക്കി പോയി വോട്ട് ചെയ്യുന്നവരാണ്. 36 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായപരിധിയിൽ രാഷ്ട്രീയ നിലപാട് നോക്കി വോട്ട് ചെയ്യുന്നത് 22.1%, 26.2% പേരാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യാൻ പോകുന്നത്. ഒപ്പം 12.6% പേരെ പ്രാദേശിക വിഷയങ്ങൾ ബാധിക്കുന്നുണ്ട്. ഇനി 46 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾ സ്ഥാനാർത്ഥിയുടെ പ്രകടനം 35.4% പേര് സ്ഥാനാർത്ഥിയുടെ പ്രകടനമാണ് ആധാരമാക്കുക അവരുടെ വോട്ട് ചെയ്യാൻ. രാഷ്ട്രീയ നിലപാട് 21.1% പേര് രാഷ്ട്രീയ നിലപാടിനനുസരിച്ചാണ് വോട്ട് ചെയ്യുക. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം പരിഗണിക്കുന്നത് 31.9% പേരാണ്. ഈ 46-60 വരെയുള്ള പ്രായപരിധിയിൽ 11.6% പേര് പ്രാദേശിക പ്രശ്നങ്ങൾ ആധാരമാക്കിയിട്ട് വോട്ട് ചെയ്യും. ഇനി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള, അതായത് കൃത്യമായ രാഷ്ട്രീയം ഫോളോ ചെയ്ത് വന്ന് ഏറ്റവും പ്രായമുള്ള ആളുകൾ, സർക്കാരിന് ഇപ്പം പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്ന കൂടുതൽ ആളുകളാണ് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. അവരിലേക്ക് വന്നാൽ
എന്നാൽ അവരിൽ നോക്കൂ, സ്ഥാനാർത്ഥിയുടെ പ്രകടനം 28.6% മാത്രമേ അവരെ ബാധിക്കുന്നുള്ളൂ. അതേപോലെ 27.3% മാത്രമേ അവർക്ക് രാഷ്ട്രീയ നിലപാടുള്ളൂ. അവരെ ബാധിക്കുന്ന വിഷയം സംസ്ഥാന സർക്കാരിന്റെ പ്രകടനമാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒപ്പം 8.1% മാത്രമേ പ്രാദേശിക പ്രശ്നങ്ങൾ അവരെ ബാധിക്കുന്നുള്ളൂ. നമ്മൾ സമഗ്രമായിട്ട് ഈ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അപ്പം മതം, അതുപോലെ തന്നെ ഈ പ്രായപരിധിയിൽപ്പെട്ട ആളുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇതിനകത്ത് ഒരു കാര്യം വളരെ എവിഡന്റ് ആയിട്ടുള്ളത് സ്ഥാനാർത്ഥിയുടെ പ്രകടനമാണ്. നമ്മൾ നേരത്തെ പൊതുവിൽ കേരളത്തെ കണ്ടപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രകടനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അതിനർത്ഥം അവരവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്നുകൂടിയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നല്ലതാണ്, നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കും, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടിയുണ്ട്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നോക്കിയാൽ ഈ പ്രായം കൂടുതലുള്ള ആളുകൾ കൂടുതലായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനത്തെ കാര്യമാക്കുന്നുണ്ട്. കാരണം അവർക്ക് ആനുകൂല്യങ്ങൾ നോക്കുക, അത്തരം കാര്യങ്ങളൊക്കെ. ചെറുപ്പക്കാരുടെ കാര്യമൊക്കെ എന്ന് വെച്ചാൽ രാഷ്ട്രീയം, ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ പ്രകടനം അതിനെല്ലാം ഒരുപോലെ തന്നെ നിൽക്കുകയാണ് എന്ന് വേണം പറയാൻ. അതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പോയിന്റ്സ് ഉണ്ട്. അത് പക്ഷേ ഈവണായിട്ട് എന്ന് വെച്ചാൽ എല്ലാ പൊതുവിൽ നമ്മൾ പരിശോധിച്ച കാര്യങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റ് അതിഥികളിലേക്ക് കൂടെ ഉണ്ട്. അതെ, ചില കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചിട്ട് തന്നെ പോകണം. ഇതുവരെ നമ്മൾ അതിൻ്റെ മെത്തഡോളജിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോയത്. നമ്മൾ ആളുകൾ കാത്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. നമുക്കൊന്ന് സോമശേഖർ സാറിനോട് നേരത്തെ പോയിരുന്നു. ഇപ്പോൾ നമ്മൾ ശ്രീ അനിൽ കൂടെ നമ്മോടൊപ്പം ചെയ്തു. ശ്രീ അനിൽ, പിന്നെ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ച ഇതുപോലെ തന്നെ മതം, സാമുദായികത, പിന്നെ ഈ പറയുന്ന സ്ത്രീ ജെൻഡർ വ്യത്യാസം, അതുപോലെ തന്നെ പ്രായപരിധി, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പോയി. ഈ തവണയും കഴിഞ്ഞ തവണ നോക്കിയതിൽ നിന്ന് വലിയ വ്യത്യാസമായിട്ടൊന്നും കാര്യങ്ങളില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ തന്നെ പരിശോധിച്ച് വേണം മുന്നോട്ട് പോകാൻ, അല്ലേ? നമ്മുടെ ഈ മെത്തഡോളജി കറക്റ്റായിട്ടാണുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരു സർവേ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് നിലവാരത്തിൽ അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നടത്തുന്നൊരു സർവേക്കാണ് ആധികാരികത കൈവരുന്നത്. പലപ്പോഴും ഒരു പ്രഡിക്ഷന് വേണ്ടി നമ്മൾ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ ഫോളോ ചെയ്യാതെ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഒരു റിസൾട്ട് ആക്യുറേറ്റ് ആയിട്ട് വരത്തില്ല. ഒരു സർവേ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അതിൻ്റെ ആധികാരികത നിലനിൽക്കുന്നതാണ്, പിന്നീട് വിലയിരുത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ന്യൂസ് മലയാളം പിന്തുടരുന്ന ഈ ശൈലി തന്നെയാണ് തീർച്ചയായിട്ടും ഇതിന് അനുയോജ്യമായിട്ടുള്ള സംഭവം. ഇതിനകത്ത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ ആ പ്രായത്തിൻ്റെ ഇതിനകത്തൊക്കെ വളരെ എവിഡൻ്റ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. കാര്യം ഈ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകൾ, ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും താഴെ തരത്തിലുള്ള ആളുകൾ സ്ഥാനാർത്ഥിയുടെ മികവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവരുടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ നവമാധ്യമങ്ങളോടുള്ള അവരുടെ കൂടുതൽ ഇടപെടലുകൾ, ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു സജീവതയിൽ നിന്ന് അവർ മാറി നിൽക്കുന്ന ചില പ്രവണതകൾ, ഇതെല്ലാം അതുമായിട്ട് ചേർത്ത് വായിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ ഈ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഏത് മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സെക്യുലർ സമൂഹത്തിൽ ജീവിക്കുന്ന പൗരന്മാരെന്ന രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് ആ രീതിയിൽ കൂടിയുള്ള മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസിഫിക്കേഷൻസും ഈ ചർച്ചകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് വരുന്നത്. ശരി, അതാണ് അത് പറഞ്ഞത്. ഒന്നുകൂടെ വിശദീകരിച്ച് പോകുന്നതാണ് നമ്മളെ അവസാന ലാപ്പിലേക്ക് എത്തുന്നതിന് ഗുണകരമാവുക എന്തുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഹർഷൻ കൂടെ നമ്മുടെ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഹർഷൻ കൂടെ ഇവിടെ ഫ്ലോറിൽ ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷേ അവിടെ നമ്മുടെ പൊളിറ്റിക്കൽ മാസം പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. ഹർഷ, ഇത് ഈ സർവേകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലമാണല്ലോ. ഇപ്പോൾ ഫീൽഡിലുള്ളതുകൊണ്ട് ഹർഷൻ അറിയാം, സർവേകളെ കുറിച്ചിട്ട് ആളുകൾക്ക് ചില എതിർപ്പുകളുണ്ട്. ചില ഭാഗത്ത് ചില ആളുകൾ സന്തോഷത്തോടെ സർവേ കേൾക്കുന്ന ആളുകളും പക്ഷേ അത് ശരി തന്നെയാണോ എന്ന് ആദ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യത്തെ അരമണിക്കൂർ ഈ മെത്തഡോളജി കറക്റ്റാണ് എന്നും എന്തുകൊണ്ട് ഇതിങ്ങനെ കൃത്യമാകുന്നു ശാസ്ത്രീയമായിട്ട് എന്നും വിശദീകരിക്കാൻ സമയമെടുത്തത് ഈ പറയുന്ന ആദ്യം സംശയമൊക്കെ ഒന്ന് മാറ്റാനാണ്. നമ്മുടെ സർവേ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന സർവേ ആയിരിക്കും എന്ന കാര്യം തന്നെയല്ലേ നമുക്ക് പറയാനുള്ളത്, അല്ലേ? തീർച്ചയായും അത് ഏറ്റവും നന്നായി വിലയിരുത്താൻ കഴിയുന്ന രണ്ടുപേരാണ് നേരത്തെ പറഞ്ഞ സോമശേഖരൻ സാറും അനിലുമൊക്കെ. അപ്പോൾ അവരത് വളരെ കൃത്യമായി നമ്മുടെ സർവേയുടെ മെത്തഡോളജിയെക്കുറിച്ച് വിശദീകരിച്ചു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ സ്വാഭാവികമായി പോകുന്ന വഴിക്കെല്ലാം ഈ സർവേ ഒക്കെ എങ്ങനെ വരുന്നതാണ്, ഇതിങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് അങ്ങ് ആളുകൾക്ക് അല്ലെങ്കിൽ ആ ചാനലുകളുടെ നിലപാടിനനുസരിച്ച് ആളുകൾക്ക് സീറ്റുകളൊക്കെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണോ ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ധാരാളം പേര് ഈ സമയത്ത് ചോദിക്കും.
സംഭവിക്കുന്നുണ്ട്. ഒന്ന്, സർവേയുടെ ഒരു പൂരക്കളി എന്ന മട്ടിലാണ് സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയായിരിക്കും നമ്മളെന്തായാലും വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ചെയ്യുന്നു. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇതെങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുള്ളവർക്കും ഈ സർവേയുടെ ഈ മെത്തഡോളജി വിശദീകരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സനീഷ, അതിനകത്ത് എനിക്ക് ഏറ്റവും പറഞ്ഞു പോകാനുള്ള ഒരൊറ്റ കാര്യം, ഈ സ്ഥാനാർത്ഥിയുടെ പ്രകടനം, ഇതുവരെ പറഞ്ഞു പോയ വിവരങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ പ്രകടനം 37.7% പേർ പറഞ്ഞു, രാഷ്ട്രീയ നിലപാട് 22.3%, സർക്കാരിൻ്റെ പ്രകടനം 29.3%. അതായത് രാഷ്ട്രീയ നിലപാടിനപ്പുറത്ത് സ്ഥാനാർത്ഥിയുടെ പ്രകടനവും സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനവുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി വന്നിരിക്കുന്നത് എന്നത് നമ്മൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മണ്ഡലങ്ങളിലും ഈ ജനപ്രതിനിധികൾ പണ്ടത്തേതുപോലെയല്ല, ജനപ്രതിനിധികൾ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ പരമാവധി പരിശ്രമിക്കുന്നു. അവിടെ ഉണ്ട്, അവർക്കൊപ്പമുണ്ട് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു. പുതിയ പദ്ധതികൾ ഇല്ലെങ്കിൽ ആ പദ്ധതികൾ എങ്ങനെ പുതിയ ആലോചനകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെ പലതരത്തിലും ജനപ്രതിനിധികൾ അവരുടെ പ്രസൻസ് കൂടുതൽ അറിയിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥിയുടെ പ്രകടനം എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമായി വന്നിരിക്കുന്നത്. മറ്റൊന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനവും. ഏതാണ്ട് ബാക്കി ഫലങ്ങൾ കൂടി നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ശരി ഹർഷ, ഞാൻ സമയം പോലെ അങ്ങോട്ട് വന്നോളാം. എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരികയാണല്ലോ. ഭാഷണക്കാരും വിശദീകരിച്ച് നമുക്ക് ശ്രീ സോമശേഖരനിലേക്ക് ഒന്നുകൂടെ പോകാം. ശ്രീ സോമശേഖരൻ, ഇപ്പോൾ നമ്മൾ സമയം ഈ പ്രായം വെച്ചിട്ടൊക്കെ ആളുകൾ ഓരോ വിഷയത്തിൽ അവരുടെ നിലപാട് പറഞ്ഞതായിട്ട് കണ്ടല്ലോ. അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും വിധത്തിൽ അതിനെ അനലൈസ് ചെയ്യേണ്ടതുണ്ടോ? അത് അങ്ങനെ തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത് ചെറുപ്പക്കാരുടെയും പ്രായം ചെന്ന ആളുകളുടെ കാര്യങ്ങളും എല്ലാം, സ്ത്രീകളുടെ ഒന്നും കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഒരേപോലുള്ള അഭിപ്രായം രേഖപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയ പ്രബുദ്ധത, എല്ലാവരും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു നാടാണ് എന്നതൊക്കെ വെച്ച് മനസ്സിലാക്കിയാൽ അത് കൃത്യമായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോൾ 18 തൊട്ട് 25 വയസ്സ് എന്ന് പറയുമ്പോൾ അതിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവരാണ്. ഇപ്പം നമ്മളെ ഈ ജെൻസി എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പാണത്. അപ്പോൾ പൊതുവേ അവർ ഈ അരാഷ്ട്രീയക്കാരാണ്, അല്ലെ അപ്പൊളിറ്റിക്കലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അവർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവായിരിക്കാം, അവരുടെ പ്രവർത്തനങ്ങൾ കുറവായിരിക്കാം. പക്ഷേ അവർ നാട്ടിലെ രാഷ്ട്രീയ കാര്യങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനവുമൊക്കെ അവരെ വിലയിരുത്തുന്നുവെന്നാണ് ഈ പ്രസൻറ്റേഷൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് 60 വയസ്സിന് മുകളിലുള്ളവർ. ഈ 60 വയസ്സിന് മുകളിലുള്ളവർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഖ്യയാണ് കേരളത്തിൽ. ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ 2026 എസ്റ്റിമേറ്റ് വെച്ച് ഏതാണ്ട് 18% ആൾക്കാർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ കുറിച്ചുള്ള വിലയിരുത്തലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്, ഓരോ ഗ്രൂപ്പിലും വ്യത്യാസമുണ്ട്. പിന്നീടൊരു കാര്യം ഇതിനകത്ത് ഒബ്സർവ് ചെയ്യാനുള്ളത്, ഇതൊരു 10-15 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പൊക്കെ ഉള്ള നമ്മളുടെ ഇലക്ഷൻ സർവേ ഡേറ്റയൊക്കെ എടുത്ത് നോക്കിയാൽ ഈ രാഷ്ട്രീയ ആഭിമുഖ്യം കൊണ്ട് വോട്ട് ചെയ്യുന്നവരുടെ ശതമാനം ഏതാണ്ട് 35-40% ഒക്കെ ആയിരുന്നു. അത് ഇപ്പോൾ വന്നിട്ട് ഏതാണ്ട് 20-25% കുറഞ്ഞു വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ നിലപാടുകൾ മാറിമറിയുന്ന ഒരു സമൂഹം നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് വളർന്നു വരുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് മാത്രം വോട്ട് ചെയ്യും എന്ന് നമ്മൾ കരുതുന്നത് ഇനി അങ്ങോട്ടുള്ള കാലം എത്രത്തോളം ശരിയാണെന്നറിയില്ല. അപ്പോൾ ആളുകൾ മറ്റ് കാര്യങ്ങൾ, സർക്കാരിൻ്റെ വിലയിരുത്തലുകൾ, സ്ഥാനാർത്ഥിയുടെ പ്രകടനം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് വലിയ സിഗ്നിഫിക്കൻ്റായ ഒരു പോയിൻ്റാണ്. അതായത് രാഷ്ട്രീയ നിലപാടുകൾ ഉള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ അടിത്തട്ടിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു വിലയിരുത്തലും കൂടെയാണ് ഇത്. ശരി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അദ്ദേഹം പറഞ്ഞത് സേതു. അതായത് നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ കൂടെ രാഷ്ട്രീയ പാർട്ടികളോടുള്ള അഫിലിയേഷൻ കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്നൊരു ചോദ്യവും കൂടെ, ചോദ്യമല്ല നമ്മളൊരു മനസ്സിലാക്കൽ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനോട് ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ സേതു. അതായത് നമ്മൾ ഈ 60 വയസ്സിന് മുകളിലും 45-60 ഇടയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പഴയ മുൻകാലങ്ങളിലെ സർക്കാരുകളും രാഷ്ട്രീയ സംഗതികളും ഒക്കെ ഓർമ്മയുള്ള മനുഷ്യരാണ്. അപ്പോൾ 18 വയസ്സിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ ആ കുട്ടിക്ക് 8 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ രാഷ്ട്രീയം ലോകത്തെ നോക്കിക്കാണുന്ന വർഷങ്ങൾ ആ കുട്ടിയുടേത്, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും
ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അകത്തുകൂടിയാണ് പോകുന്നത്. പിന്നെ അവർ വളരെ ആദർശാത്മകമായിട്ടുള്ള ചിന്ത ഉള്ള ആളുകളായിരിക്കും. അവർ വളരെ അഗ്രസീവായിട്ട് എസ് ഓർ നോ സ്റ്റാൻഡൊക്കെ എടുക്കും. പക്ഷേ പ്രായത്തിലേക്ക് പോകുമ്പോൾ അവർ കുറേ കൂടെ ആലോചനകളും തങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് വരുന്നു, പിന്നെ കുറേയേറെ ചരിത്ര സംഭവങ്ങളോട് ചേർത്തിട്ട് കാര്യങ്ങളെ കാണലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ സ്വാധീനിക്കുന്ന ഉത്തരങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്.